എല്ലാവർക്കും നമസ്കാരം. ഒരു സംഭവം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ കുറ്റിക്കാട് കൈതപ്പള്ളി റോഡിലൂടെ ഫെബ്രുവരി 26-ാം തീയതി പുലർച്ചെ ഒരു 1:30 സമയത്തോടുകൂടി ഒരു സിൽക്കി വൈറ്റ് നിറത്തിലുള്ള ഒരു സ്വിഫ്റ്റ് കാറ് അതങ്ങനെ മന്ദം പോവുകയാണ്. ആ കാറ് ആ വഴിയിലൂടെ പ്രവേശിച്ച വഴിയുടെ എൻഡിലേക്ക് എത്തുന്നു. അതിനുശേഷം ഈ കാറ് പതുക്കെ റിവേഴ്സ് എടുത്ത് പതുക്കെ വരികയാണ്. ആ സമയത്ത് ആ പ്രദേശത്തുള്ള ഒരു വീട്ടിൽ ഒരു ടാങ്കർ ലോറി ഡ്രൈവറും അയാളുടെ ചങ്ങാതിയും കൂടി സംസാരിച്ചിരിക്കുകയായിരുന്നു. പുലർച്ചെ 1:30 സമയത്ത് അങ്ങനെ സാധാരണ സംസാരിച്ചിരിക്കാറില്ല. പക്ഷേ ടാങ്കർ ലോറി ഓടിച്ച് വന്നതിന് ശേഷം ഇവരിങ്ങനെ പല സമയത്തും അവിടെ നിന്ന് വർത്താനം പറയാറുണ്ട്. വളരെ വയ്യാണ് കിടക്കാറുള്ളത്. ഒരുപക്ഷെ ഈ കാർ ഓടിച്ച് വരുന്നവർക്ക് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഉറങ്ങാതിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു സംഭവം കിട്ടിക്കാണില്ല. അപ്പോൾ അങ്ങനെ കാറ് റിവേഴ്സ് എടുത്ത് പോകുന്ന സമയത്ത് ഇവർ പറഞ്ഞു, എടാ ആ കാർ പോകണം നോക്കിയാൽ ആ കാർ എവിടെയെങ്കിലും ഒതുക്കാനായിട്ടൊരു പരിപാടിയാണെന്ന് തോന്നുന്നു, ആ കാറിന്റെ പിന്നാലെ നമുക്ക് പോകാന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ആ കാറിന്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോകുന്നു. ഈ കാർ വന്നിട്ട് കൃത്യമായിട്ട് സ്ഥലം അറിയാവുന്ന പോലെ തന്നെ ഒരു ഇരുളുമയുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഈ സ്വിഫ്റ്റ് കാർ പാർക്ക് ചെയ്യാണ്. ഇവർ അവിടെ ഒരു ടാങ്കർ ലോറി ഇവരെ കിടക്കണ്ടായിരുന്നു, ഇയാൾ ഓടിക്കുന്ന ടാങ്കർ ലോറി. ആ ടാങ്കർ ലോറിയുടെ സൈഡിൽ ഇങ്ങനെ പങ്ങിയിരുന്നു. ഇതിനുശേഷം നോക്കുമ്പോൾ ഈ കാറിൽ നിന്നും ഒരു 6 അടി ഹൈറ്റിലുള്ള ഒരു മനുഷ്യൻ, ഒരു യുവാവ്, 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. അയാൾ ഇറങ്ങുന്നു. കയ്യിലൊരു വടി പോലെ, ഒരു സ്റ്റിക്ക് പോലെ ഒരു സാധനം, ഒരു ദണ്ട് പോലെയുള്ള സാധനം, അത് കൊണ്ടിട്ട് തൊട്ട് നേരെ ഓപ്പോസിറ്റുള്ള റോഡിന്റെ ഓപ്പോസിറ്റുള്ള ഒരു വീടിന്റെ മതിൽ ചാടി കിടക്കാണ്. ഈ മതിൽ ചാടി കിടക്കുമ്പോഴാണ് ഇവർക്ക് ആകപ്പാടെ കൂടി ഒരു അമ്പരപ്പ് വരുന്നത്. ഇതെന്തിനാണ് ഈ ദണ്ട് പോലെ ഒരു സാധനം പിടിച്ചിട്ട് ഇവർ ഈ മതിൽ ചാടി കിടന്ന് അകത്ത് പോകുന്നത്? ഇവരിങ്ങനെ പെട്ടെന്ന് എന്തോ സംസാരിച്ചു. ഈ തൊട്ടടുത്തുള്ള ചങ്ങാതിയായിട്ട് ഇവർ പരസ്പരം സംസാരിക്കുന്നിടയിൽ ഇത് ഈ മതിൽ ചാടി കിടക്കുന്നവൻ പെട്ടെന്ന് ശബ്ദം കേട്ട് ഉടനെ തന്നെ സ്പീഡിൽ ഈ മതിൽ തിരിച്ച് ചാടി കിടന്നുകൊണ്ട് നേരെ ഈ കാറിലേക്ക് ഓടിക്കേറി ഈ കാറിലേക്ക് ഫ്രണ്ടിലേക്ക് കയറാണ്. ഈ കാറിന്റെ അകത്ത് വേറൊരാളും കൂടി ഇരിക്കുന്നുണ്ട്, ഡ്രൈവർ. അത് കൂടാതെ ഒരു മനുഷ്യനാണ് ഈ 6 അടി ഹൈറ്റുള്ള ആൾ. പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പിറകിലുള്ള ഈ പ്രദേശവാസികൾ ഓടി വരുന്നു, നിർത്തറ വണ്ടി പറയുന്നു. ഇവർ നിർത്തുന്നതിൽ വണ്ടി വേഗം സ്പീഡിൽ എടുക്കുന്നു. അതിനിടയിൽ ഒരാൾ ഒരു കഷ്ണം കല്ലെടുത്ത് ഈ കാറിന്റെ പിറകിലേക്ക് വീഴാണ്. ഈ സ്വിഫ്റ്റ് കാറിന്റെ പിറകുവശം പൊട്ടി. ഇവർ അതിസ്പീഡിൽ, വളരെ സ്പീഡിൽ ഈ റോഡിലൂടെ ഇവർ ചീറിപ്പോയാണ്. ഇവർ കുറെ പിന്നാലെ പോയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോത്തിങ്ങ വരെ പോയി. അതിനുശേഷം അവിടുന്ന് സ്റ്റാൻഡ് വിട്ട് ഈ കാർ പോയി, ഇവരെ മറിഞ്ഞു. അതിനുശേഷം ഈ പറയുന്ന പ്രദേശവാസികൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇവരിങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും ഇവർ ഇതിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ നമ്പർ പോലീസിന് കൊടുക്കുകയും പോലീസ് അപ്പം തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് നായരങ്ങാടി സ്വദേശിയായിട്ടുള്ള ഒരാളുടെ കാറാണെന്നും, നിങ്ങളൊരു കാര്യം ചെയ്യുക, അവിടെ പോലീസ് പെട്രോളിംഗ് നമ്മുടെ വണ്ടി പോയിട്ടുണ്ട്, നിങ്ങൾ ഈ സ്പോട്ടിൽ ചെന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ വീണ്ടും ആ കാർ ആദ്യം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് പോയി പോലീസ് ഒന്ന് കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം ഇവർ പോവുകയാണ്. ഇതിലുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം പിന്നീട് ഈ കാറിന്റെ ഉടമ, ഇവർ നമ്പർ കൊടുത്തല്ലോ, ആ കാറിന്റെ ഉടമ നായരങ്ങാടി സ്വദേശി നമ്മുടെ CPI നേതാവായിട്ടുള്ള സഹജൻ എന്ന് പറയുന്ന ചേട്ടന്റെ കാറായിരുന്നു. ഈ ചേട്ടന്റെ വീടിന്റെ മുന്നിൽ ഈ കാർ അങ്ങനെ കിടക്കുന്നുണ്ട്. അതിരാവിലെ ഈ ചേട്ടൻ ഈ സംഭവങ്ങളൊന്നും അറിയില്ല. അതിരാവിലെ ഈ ചേട്ടൻ എഴുന്നേൽക്കുന്നു. അതിനുശേഷം ജിമ്മിന് പോകുന്ന പണിയുണ്ട്. ഭാര്യയും കൂട്ടി ഈ കാർ എടുക്കുന്നു. കാറിന്റെ ചില്ല് പൊട്ടിയൊന്നും അപ്പൊ കാണുന്നില്ല. കാർ എടുക്കുന്നു, കാർ കൊണ്ട് പോകുന്നു. വഴിയിൽ വെച്ച് ഭാര്യയുടെ ചേച്ചിയെ മറ്റു കയറ്റുന്നു. അതിനുശേഷം ജിം സെന്ററിൽ പോയി കഴിഞ്ഞ് ഭാര്യയുടെ ചേച്ചി ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു, സഹജന്റെ കൈ മുറിഞ്ഞാലോ എന്ന് പറയുമ്പോഴാണ്, അതെന്താണെന്ന് ചോദിച്ചു സഹജൻ ചേട്ടൻ ചെല്ലുമ്പോഴാണ് പറയുന്നത്, ഇതേ കാറിന്റെ ചില്ല് പൊട്ടിയുണ്ടല്ലോ. അവിടെ വെച്ചിട്ടാണ് പുള്ളിക്ക് സംശയം തോന്നുന്നത്. പുള്ളി ഉടനെ ചേട്ടന്റെ മോനെ മെക്കാനിക്കിനെ കാണിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, എവിടെയെങ്കിലും ചിന്നലുണ്ടായിട്ടായിരിക്കും ഇത് പൊട്ടണേന്ന് പറഞ്ഞു. എന്നാൽ ആൾക്ക് സംശയം അറിയില്ല. തലേ ദിവസം കുടുംബക്ഷേത്രത്തിലെ ഒരു പരിപാടി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമായി വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞപ്പോൾ ഈ വണ്ടി പാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നായരങ്ങാടി ഓറഞ്ച് ബേക്കറിയുടെ അവിടെയായിരുന്നു. ആ ഓറഞ്ച് ബേക്കറിയുടെ അവിടെ പോയി നോക്കി ഈ വണ്ടിയുടെ ചില്ലെന്തെങ്കിലും പൊട്ടി അവിടെ കിടക്കണമെന്ന്. ചില്ലൊന്നും കാണാനില്ല. പോലീസിനെ വിളിക്കാം എന്നുള്ളത് അറിയാലും മൊബൈൽ ഫോൺ എടുക്കുന്ന സമയത്താണ് പോലീസ് ഇങ്ങോട്ട് വിളിക്കുന്നത്. പോലീസ് വിളിച്ച ആളോട് ചോദിക്കുന്നു, നിങ്ങളുടെ കാർ ഇന്നലെ കൈതപ്പള്ളി ഭാഗത്തേക്ക്, കുറ്റിക്കാട് കൈതപ്പള്ളി ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അത് ഈ കാറിൽ നിന്ന് ഒരാൾ ഇറങ്ങി മതിൽ വീട് അതിൽ ചാടി കിടന്നു. അങ്ങനെ ഈ കാറ് പ്രദേശവാസികൾ കല്ലെടുത്ത് വീക്കി പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സഹജൻ എന്ന് പറഞ്ഞ ചേട്ടന പോലീസുകാരോട് പറഞ്ഞു, എന്റെ കാർ പൊട്ടിയിട്ട് എന്റെ കാറിന്റെ പിറകിൽ പൊട്ടിയിട്ട് അത് ഞാൻ അന്വേഷിച്ച നടക്കാണ്. എന്റെ കാർ ഇന്നലെ വീട്ടിൽ തന്നെയാണ് കിടന്നിരുന്നത്. എന്റെ വീട് പണി നടക്കണതുകൊണ്ട് ഒരു ചെറിയൊരു ഇതിന്റെ മുന്നിലാണ്, ഒരു ചെറിയൊരു വീടിന്റെ മുന്നിലാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തത്. അത് അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ എന്താണ് സംഭവം? അതാണ് ഞാനും ചോദിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു? അതായത് ഈ നമ്പർ പ്രകാരമുള്ള സഹജൻ എന്ന് പറയുന്ന ആൾ ചേട്ടൻ പറയുന്നത്, ഞാൻ എന്റെ വണ്ടി എന്റെ വീടിന്റെ മുന്നിൽ തന്നെ കിടക്കുന്നു. ഞാൻ എന്റെ വണ്ടി ഇവിടുന്ന് ആരെടുത്തുകൊണ്ട് പോകുന്ന സൗണ്ടോ മറ്റോ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ല. എന്നാൽ പ്രദേശവാസികളായിട്ട് ആളുകൾ പറയുന്നു, ഈ വണ്ടി തന്നെയാണ്, ഈ വണ്ടിയാണ് ഞങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞത്, ഇതിന്റെ ബാക്ക് പൊട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഈ വണ്ടി വരുന്നത് നിങ്ങൾ കാണുന്ന പോലെ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടാണ് വണ്ടി വരുന്നത്. അപ്പൊ സഹജനായിട്ട് പറഞ്ഞു, എന്റെ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഇല്ല, ഫോഗ് ലൈറ്റ് മാത്രമാണുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ ഹെഡ്ലൈറ്റ് ആയിട്ട് വരുന്നത്? ഇത് എന്റെ വണ്ടിയല്ല. ഇതിലെന്തോ വിദഗ്ധമായിട്ടുള്ള ഗെയിം നടന്നിട്ടുണ്ട്. എന്താണ് ആ സംഭവം? ഒരുപക്ഷെ പോലീസ് ഈ പ്രദേശവാസികളുടെ പരാതി കേട്ട് ആ പോലീസ് പെട്രോളിംഗ് സംഘം ആ സ്പോട്ടിൽ ചെന്നതിന് ശേഷം അന്ന് രാത്രി തന്നെ ഈ നമ്പറിൽ പറയുന്ന ഈ സഹജന്റെ വീട്ടിലേക്ക് ചെന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ ഒന്ന് ഫോൺ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാമായിരുന്നു. പോലീസ് എന്തുകൊണ്ട് അത്തരം ഒരു ഇടത്തിലേക്ക് പോയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇതൊരു നിസ്സാര സംഭവമായിട്ട് കരുതാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് പറയാൻ കാരണം, ഈ കാറിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യന്റെ യഥാർത്ഥ മോട്ടീവ് എന്തായിരുന്നു? അയാൾ എന്തിനാണ് ആ മതിൽ ചാടിക്കിടന്ന് ആ വീട്ടിലേക്ക് മാത്രം പോകുന്നത്? ആ വീട്ടിൽ സ്ട്രോക്കായിട്ട് കിടക്കുന്ന ഒരു വീട്ടമ്മയും 3 ആൺകുട്ടികളും, അതായത് +2 പഠിക്കുന്ന 2 പേരും, പിന്നെ ചെറിയ കുട്ടിയാണ്, പിന്നെ വേറൊരു വയസ്സായ അവരുടെ അമ്മയോ മറ്റോ ആണ് ഉള്ളതെന്ന് പറയുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ വീട്ടില് ഒരു മോഷണ ശ്രമം, ആക്രമണ ശ്രമം നടന്നു കഴിഞ്ഞാൽ പ്രതിരോധിക്കാനായിട്ട് ആരുമില്ല എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആരോ ആണ് ഈ വീടിന്റെ മതിൽ ചാടി കടന്നിട്ടുള്ളത്. എന്നാൽ ഈ സഹജന്റെ കാറ് എങ്ങനെ പൊട്ടി?
ഇതൊക്കെയാണ് ഇവിടെ ചോദ്യം. ഇത് വല്ലാത്ത ഒരു സിനിമ സ്റ്റോറി പോലെ തോന്നുന്നു, ഒരു വല്ലാത്ത ഒരു സൈക്കോ ത്രില്ലർ. നമ്മൾ മനസ്സിലായിട്ടോ, റിപ്പറിന്റെ പോലത്തെ ഒരാളുടെ പോലെയുള്ള പരിപാടികൾ. പക്ഷെ ഇതില് ആർക്കും മനസ്സിലാവാത്ത സംഭവം ഈ കാറിന്റെ ചില്ല് എങ്ങനെ പൊട്ടി എന്നുള്ളത്. പല തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നു. ഒരുപക്ഷെ സഹജന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് പോലെ ഒരെണ്ണം അടിച്ച് വേറെ ഇതേപോലെ തന്നെ സിൽക്കി ഒരു വൈറ്റ് സ്വിഫ്റ്റ് കാറുമ ഘടിപ്പിച്ച് ഈ പരിപാടി നടത്തിയതിനു ശേഷം ഈ പ്രദേശവാസികൾ ഇങ്ങനെ ഉണർന്നിരിക്കും എന്നുള്ള ധാരണ നടക്കില്ല. അവിടെയാണ് പ്ലാൻ പൊളിഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കല്ലെടുത്ത് വീക്കി കഴിഞ്ഞപ്പോൾ ഓൾറെഡി യഥാർത്ഥ ഈ നമ്പർ പ്ലേറ്റ് ഉള്ള കാറും പിറകിൽ ചില്ല് പൊട്ടിയിരിക്കണമല്ലോ, എന്നാലല്ലേ ചേരുമ്പടി ചേർക്കാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ ഇവർ ഇതിന് ശേഷം വീണ്ടും ചെന്ന് അവിടെ തന്നെ ചില്ല് പൊട്ടിച്ചതാണോ, അല്ലെങ്കിൽ ഇനി സഹജൻ ചേട്ടന്റെ കാർ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിച്ചിട്ട് ദുരുപയോഗിക്കപ്പെടുന്നുണ്ടോ? എന്തായിരുന്നാലും സഹജൻ ചേട്ടനും പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ. എന്റെ വണ്ടിക്ക് എന്ത് സംഭവിച്ചു? ഇതാണ് ഇപ്പോൾ വലിയൊരു സംസാര വിഷയമായിരിക്കുന്നത്. ഈ കാറ് പല സ്ഥലങ്ങളിലൂടെയും പോകുന്നതായിട്ട് പലരും കണ്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട്. ഇതൊരു കാർ എന്ന് പറഞ്ഞാൽ ആ റോഡുകളെല്ലാം മനഃപ്പാടമായി അറിയാവുന്ന ഒരാള്, അതായത് സ്റ്റീറിംഗിന് പകരം റോഡാണ് ഡ്രൈവ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് അതിന്റെ പോക്ക്. ഒരു CCTV ഇതിന്റെ നമ്പർ കിട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. എന്തായിരുന്നാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ ഒരു അന്വേഷണം ആരംഭിക്കണം. ഇത് അടച്ചു പൂട്ടി കിടക്കുന്ന വീടുകളും അല്ലെങ്കിൽ വീട്ടിൽ സ്ത്രീകൾ മാത്രമുള്ളവരും വയോധികരായിട്ടുള്ള ആളുകൾ മാത്രമുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന മോഷണ സംഘത്തിന്റെ ഏതെങ്കിലും അറ്റമാണോ ഈ വീട്ടിലും വന്നിട്ടുള്ളതെന്ന് എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കണം. ഇതൊരു നിസ്സാര സംഭവമായിട്ട് കാണരുത്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ പല തരത്തിലുള്ള പണിക്കാരുകളും പലതരത്തിലുള്ള വർക്കുകൾ ഞാൻ പലരും വരും. പക്ഷെ കൃത്യമായിട്ട് തന്നെ ഇത്തരം വീടിന്റെ ഉള്ളിലെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ഇൻഫർമേഷൻ കൊടുക്കുന്നതിലൂടെ മോഷണ സംഘങ്ങൾ എത്തിപ്പെടാനും പലതരത്തിലുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യാനും സാധ്യതയുണ്ട്. എന്തായിരുന്നാലും പുലർച്ചെ ഇവരുടെ ഈ മോഷണ ശ്രമം ആസ്വാദമായി പോയത് അവിടെ ഉറങ്ങാതിരുന്ന ആ പ്രദേശവാസികളെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രദേശവാസികളും ഈ കേസിന്റെ പിറകിലുണ്ട്. ഒപ്പം ആ ഗൃഹനാഥൻ പുറത്താണ്. ആ മതിലാടി കിടന്ന വീട്ടിലെ ആ ഗൃഹനാഥൻ പുറത്താണ്. അദ്ദേഹം 2-3 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് പറയുന്നു. അദ്ദേഹം ഇതിന്റെ പുറകിലുണ്ട്. ഇതാരെന്നറിയാൻ ഒപ്പം ചില്ല് പൊട്ടിക്കപ്പെട്ട ഈ കാറിന്റെ ചില്ല് പോയ സഹജൻ ചേട്ടനും ഇതിന്റെ പിറകിലുണ്ട്. വല്ലാത്തൊരു സംഭവം. എങ്ങനെ കാറിന്റെ ചില്ല് പൊട്ടി? എങ്ങനെ ഈ നമ്പർ പ്ലേറ്റ് ഇങ്ങനെ വന്നു? ഏതാണ് കാറ്? ആരാണ് ആ 6 അടി ഹൈറ്റിലുള്ള മതിൽ ചാടി കടന്നവൻ? കയ്യിൽ ദണ്ടോടുകൂടിയുള്ള ഒരു വസ്തുവുമായി മതിൽ ചാടി കിടക്കുന്നവൻ ആരാണ്? പോലീസ് അന്വേഷണം കൃത്യമായി ത്വരിതപ്പെടുത്തണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഈ വഴി ഇവിടെ എൻ്റെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, പ്രതിക്ക് കടക്കാൻ പറ്റില്ല, തോടാണ്. അപ്പോൾ അവിടെ പോയിട്ട് വണ്ടി തിരിച്ചു വരുമ്പോൾ വണ്ടി വളരെ സ്ലോവിൽ ഇങ്ങനെ വന്നാൽ, അപ്പോൾ ആ വരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു വണ്ടി അത് ഇവിടെ ഒതുക്കാനുള്ള ആ ഏതാ വണ്ടിയിൽ നിന്ന് നോക്കാൻ പറഞ്ഞ് എൻ്റെ ഇവനോട് പറഞ്ഞു, ഈ ബിസ്റ്റോനോട്. അപ്പോൾ അങ്ങനെ വന്ന് നോക്കി അവൻ അവിടെ നോക്കിക്കുന്ന സമയത്താണ് ഇവിടെ വണ്ടി കൊണ്ടു നോക്കിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന ആള് നേരെ വന്ന് ഈ മതിൽ ചാടി അപ്പുറത്തേക്ക് കടന്നു. അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഇവൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ അപ്പുറത്തേക്ക് ഉള്ളിൽ ചാടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഈ സൈഡിൽ എൻ്റെ വീടിൻ്റെ ഈ മൂലയ്ക്ക് മതിലിൻ്റെ അപ്പുറത്തായിട്ട് നിന്നു. കാരണം ഇനിയിപ്പോൾ പരിചയക്കാരാണോ ആരാണെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ വീട്ടിൽ അവിടെ വിളിക്കണ്ടോന്ന് കേൾക്കാൻ വേണ്ടി നിന്ന് ഒരു 5 മിനിറ്റ് നോക്കിയിട്ട് ആരും വിളിക്കുന്ന കാണില്ല. അപ്പോൾ ഞാൻ ഈ മെവിൻ എന്ന് പറഞ്ഞാൽ ഇവനോട് പറഞ്ഞു, എടാ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യും, അത് നോക്കണം, അവരിതുവരെ അവിടെ എനിക്കൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി ഈ വണ്ടിയുടെ ആ ടാങ്കറിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ വന്ന് ആ സൈഡിൽ നിന്ന്. അപ്പോൾ ഞങ്ങളുടെ സംസാരം കേട്ടിട്ടായിരിക്കണം ഇവൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, ഈ മരത്തിൻ്റെ ഈ ഇരുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെ തന്നെ വേഗം ഇടിച്ച് ചാടിയിട്ട് നേരെ കാറിൻ്റെ അവിടേക്ക് എത്തലും അവർ കാർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡ്രൈവർ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. കാർ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നേരത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഓടി നിൽക്കണം ഞങ്ങൾ വിളിച്ചു ഓടിയിട്ട് വന്ന് അപ്പോൾ ഡോർ അടച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകാൻ പോയപ്പോൾ ഞങ്ങൾ ഡോറിൻ്റെ സൈഡിൽ അടിച്ചു. അവർ ഫ്രണ്ട് ഗ്ലാസ് അടിച്ചു വണ്ടി നിർത്താൻ പറഞ്ഞിട്ട്. അങ്ങനെ നിർത്താണ്ട് ഇവർ വണ്ടി റൈസ് ചെയ്തിട്ട് വണ്ടി എടുക്കണം. അപ്പോൾ ഇവർ ബാക്കിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഇവർ വണ്ടി എടുത്ത് പോകാൻ രക്ഷപ്പെട്ട് പോകാനുള്ള കണ്ടീഷൻ വന്നപ്പോൾ ഇവിടുന്ന് കല്ലെടുത്തിട്ട് നേരെ ബാക്കിലുള്ള ഗ്ലാസ് ഇരിക്കും. ഇവൻ ഗ്ലാസ് ഇടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു വണ്ടി എടുത്ത് ഒരു വേഗം പോയി ഭയങ്കര സ്പീഡിലാണ് ഇവിടുന്ന് റൈസ് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് വീട്ടിൽ പോയിട്ട് ബൈക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടിയുടെ പിന്നാലെ പോയത്. അപ്പോൾ വണ്ടി ഏത് വഴിക്ക് പോയി ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഒരാൾ മെയിൻ റോഡോടും പോയി, ഒരാൾ തൃപ്പള്ളി വഴിക്ക് കറങ്ങി പോന്നു. ഞങ്ങൾ നേരെ പരിഹാരത്ത് വരെ എത്തിയപ്പോൾ വണ്ടി കാണില്ല. അങ്ങനെ ഞങ്ങൾ നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നേരെ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി വണ്ടി നമ്പർ കൊടുത്തു. അത് കഴിഞ്ഞ് വണ്ടി നമ്പർ അവരപ്പോൾ തന്നെ അടിച്ച് നോക്കിയപ്പോൾ നായരങ്ങാടിയിലുള്ള ആളുടെ വണ്ടിയാണ്. അപ്പോൾ സ്റ്റേഷനിൽ സംസാരിക്കുന്നുണ്ട്, ഇപ്പോൾ വിളിക്കണോ, ഈ നേരം ആയില്ലേ, വിളിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ അവർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, നായരങ്ങാടി വഴിയിൽ പെട്രോളിങ്ങിന് വണ്ടി ഉണ്ട്, അവർ വരുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിക്കോളൂ, ഞങ്ങൾ വണ്ടിയാണ് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ഇവിടെ വരുമ്പോഴേക്കും ഞങ്ങളുടെ പിന്നാലെ തന്നെ വണ്ടി എത്തി. അങ്ങനെ അവർ വന്നു. പിന്നെ ഈ വീട്ടുകാരെ വിളിച്ചേൽപ്പിച്ചു. അവരായിട്ട് സംസാരിച്ചിട്ട് ഇന്ന് രാവിലെ പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പരാതി എഴുതുക. ഇപ്പോൾ ഈ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ചേച്ചി സ്ട്രോക്ക് വന്നിട്ട് നടക്കാൻ പറ്റാണ്ട് ഇരിക്കുന്ന ഒരാളാണ്. അതേമാതിരി 2-3 മക്കളും ആ ചേച്ചിയുടെ അമ്മയാണ് ആളെ നോക്കണം. അപ്പോൾ അവർ വിളിക്കണം, അവർ കയറിയത്. അങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇവരെ ഇന്ന് സിൽവർ കളറായിരുന്നു, സിൽക്കി സിൽവർ, അങ്ങനെയാണ് വണ്ടി സ്വിഫ്റ്റ്. ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അതായത് ആളുകളെ കണ്ടാൽ കറക്റ്റ് ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല. ഇവനാണ് ഏകദേശം രൂപം പറഞ്ഞത്. അത് 6 അടി ഹൈറ്റ് ഉണ്ടാവും. 6 അടി ഹൈറ്റ്. എത്ര പേരുണ്ടായിരുന്നു? അവര് ഒരാൾ വണ്ടിയുടെ പുറത്തിറങ്ങിയുള്ളൂ. വണ്ടിയുടെ ഉള്ളിൽ ഡ്രൈവർ എന്തായാലും ഉണ്ട്. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടായോ എന്നുള്ളത് അറിയില്ല.
അത്യാവശ്യം കുറച്ചുകൂടി മണ്ണൊക്കെ ആയിട്ടാണ് അവിടെ അത്യാവശ്യം മണ്ണായിട്ടും അതുപോലെ പ്രായം ഒരു 25-30 അതിനുള്ളിലാണ്. മുടി എങ്ങനെ മുടി ഇവിടെയൊക്കെ സൈഡിലേക്ക് വാച്ചിൽ പോലെ കയറിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. പക്ഷേ വേറൊരു കാര്യമുള്ളത്, കറക്റ്റ് വഴി ഇതും കറക്റ്റ് അറിയാവുന്ന ആളാണ്. കാരണം ഇനി ഇവിടെ നിന്ന് വണ്ടി അവർ 1:32 വണ്ടി എടുത്തിട്ട് കറക്റ്റ് 1:33 വലിയ 1:33 നമ്മുടെ ട്രാൻസ്ഫോർ ആ 3 കോടി വഴി തിരിയില്ലേ, ഒറ്റ മിനിറ്റ് കൊണ്ട് അവരവിടെ കവർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ തിരുപ്പള്ളി എത്തണേലും മുന്നേ തോട് കടന്നിട്ടുള്ള ഒരു വീട്ടിലാണ് പിന്നെ ഞങ്ങൾ ക്യാമറ ചെയ്തത്. ഇവിടുന്ന് ഒരു മിനിറ്റ് കൊണ്ട് ആ വീട് കവർ ചെയ്തു. അതേമാതിരി അത്ര സ്പീഡിലാണ് ആ വണ്ടി ഇവിടുന്ന് പോയത്. കാരണം അത്തരം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇന്ന് വൈകുന്നേരം 6 മണിക്ക് അവർ വരാന്ന് പറഞ്ഞായിരുന്നു. ഇതുവരെ എത്തിയിട്ടില്ല. അവർ സൈറ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗ്ലാസ് ആ വണ്ടിയുടെ തന്നെയാണെന്ന് ചെക്ക് ചെയ്യാൻ ഇവിടെ സൈറ്റ് കാണണം, കാര്യങ്ങൾ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഇതുവരെ എത്തിയിട്ടില്ല. അത് അഡ്രസ് നാരങ്ങാടിയിലുള്ള ചിറ്റയത്ത് സഹജൻ, എൻ്റെ അഡ്രസ്സിന് വണ്ടി കാറ് അത് ആണ് RC ഓണറിൽ കിട്ടിയാണ്. അല്ല, അവരെ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോൾ അവർ പറയുന്നത് അവരുടെ വണ്ടിയല്ല, അവരുടെ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല. പക്ഷേ ബാക്കിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതെങ്ങനെ പൊട്ടിയെന്ന് അവർക്ക് അറിയില്ല. അവരുടെ വണ്ടി വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ അതേമാതിരി അവർ പറഞ്ഞു ഞങ്ങളുടെ വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഇല്ല, ഫോഗ്ലാമ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ വന്ന വണ്ടിക്ക് ഹെഡ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അത് CCTV കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വണ്ടി അല്ലാന്നാണ് അവർ പറയുന്നത്. ഞാൻ വീട്ടിൽ സാധാരണ ഒരു 7 മണി 8 മണിക്കാകുമ്പോഴാണ് എത്താറ്. ഇന്നലെ തൊട്ടടുത്ത് അവിടെ ഒരു തറവാട്ടമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താലമരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും വൈഫും അവിടെ നിന്ന് ചെന്നു. അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ട് തൊട്ടടുത്ത വീട് തന്നെ ശശിയുടെ വീട്ടിൽ ഞങ്ങളൊരു 7 മണി 7:30 വരെ, ഏകദേശം ഒരു 8 മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഞാൻ വൈഫിനെ വീട്ടിലാക്കിയിട്ട് ഞാൻ ഇവരുടെ ഈ തറവാട്ടമ്പലത്തിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഞാനൊരു 10-10:30 വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 10:00-ക്ക് ശേഷം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശശി, അതുപോലെ തന്നെ കൊടശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ ലീഡർ ആയിരുന്ന ജയതിലകൻ ഉൾപ്പെടെ ഞങ്ങളോട് സംസാരം കഴിഞ്ഞ് ഞാൻ പോട്ടെ, ഇനി വീട്ടിൽ വൈഫ് മാത്രമേ ഉള്ളൂ, ഞാൻ പെട്ടെന്ന് ഇനി എത്താൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൽ ചെന്നു. വിളിച്ചു, ഡോർ തുറന്നു. ഞാൻ വൈഫിൻ്റെ അവിടെ ഭക്ഷണം ഞാൻ അവിടെ നിന്ന് കഴിച്ചു. നേരെ ഞങ്ങൾ ഉള്ളിൽ കയറി ഞങ്ങൾ അടുത്ത് കിടന്നു. കിടന്ന ശേഷം വണ്ടി ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ അവിടെ കയറി താക്കോലൊക്കെ അവിടെ വെച്ചത്. നേരം വെളുത്ത് ഞങ്ങൾ 4:45 എണീക്കും. 4:45 എണീറ്റ് ഞങ്ങൾ ചാലക്കുടി പരിയാരത്ത് ഒരു ഹെൽത്ത് ക്ലബ്ബുണ്ട്, അവിടെ ജിമ്മിൽ പോകാനായിട്ട് ഞാൻ വൈഫ് അവിടുന്ന് കുളി കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് ഡോറ് തുറക്കാനായിട്ട് ഞാൻ ലോക്ക് തുറന്നതിന് ശേഷം വൈഫിന് കയറാൻ പറ്റുള്ളൂ. ഞാൻ ലോക്ക് തുറന്ന് വൈഫ് കയറി, ഞാൻ കയറി ചേട്ടൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഉൾപ്പെടെ ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് ഈ ജിമ്മിൽ പോകുന്നത്. പരിയാരത്ത് വണ്ടി കൊണ്ട് നിർത്തി ഏകദേശം ഒരു 5-5:30 സമയത്ത് ഞങ്ങൾ അവിടെ ചെല്ലുന്നു. ഇപ്പോൾ അത്ര വലിയ വെളിച്ചൊന്നും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ കൂടെ കിടക്കും, വൈഫും ഫ്രണ്ടിൽ കൂടെ കിടക്കും. ചേച്ചി ബാക്കിലിരിക്കുന്നതുകൊണ്ട് ചേച്ചി ബാക്കിൽ കൂടെ ഇറങ്ങിയിട്ട് ബാക്കിൽ കൂടെ അങ്ങോട്ട് കടന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് പറയണേ എൻ്റെ കൈ മുറിഞ്ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് പറ്റി? അയ്യോ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഗ്ലാസ് പൊട്ടിയിട്ടുള്ളത് എന്ത് പറ്റിയണാവോ എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്ലാസ് പൊട്ടിയ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജിമ്മിൽ ചെന്നപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മകന് വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞിട്ട് ഗ്ലാസ് പൊട്ടിയിട്ട് എങ്ങനെയാണോ പൊട്ടണേ? അപ്പം പറഞ്ഞു നേരത്തെ ഇങ്ങനെ വല്ല ഗ്ലാസ് വല്ല കല്ലങ്ങനെ കൊണ്ട് പൊട്ടിയിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അങ്ങനെ കൊഴിഞ്ഞു പോയതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടെങ്കിൽ എനിക്ക് സംശയം, എന്തോ അങ്ങനെ സാധ്യത കുറവല്ലേ എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ ജിമ്മിൽ നിന്ന് തന്നെ ഞാനൊരു 6:45 ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ ഈ ഉത്സവം നടന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നായരങ്ങാടിൽ ഓറഞ്ച് ബേക്കറിയുടെ ഫ്രണ്ടിലാണ് ഞാൻ വേണ്ടിയിട്ടായിരുന്നത്. ഞാൻ നേരെ ചേച്ചിയും വൈഫും ഞാനും കൂടിയിട്ട് നേരെ ഞാൻ ആ സ്പോട്ടിലേക്ക് ചെന്നു. കാരണം എന്താണ് എനിക്കിതൊന്ന് ക്ലിയർ ആക്കാനായിട്ട്. ഇനിയിപ്പം ഗ്ലാസ് പൊട്ടാൻ വേണ്ടി അവിടെ നിന്ന് വല്ല മുകളിൽ നിന്ന് വീഴാൻ എന്തെങ്കിലും വല്ല സംഭവം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെന്നത്. എന്നപ്പോൾ അവിടെ ഒന്നും കാണില്ല. അപ്പോഴും എനിക്ക് ബലമായ സംശയം, ഇത് എന്ത് പറ്റി, എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ മനസ്സ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ഒരു 9 മണിയായി കഴിഞ്ഞപ്പോൾ പോലീസിനെ വിളിച്ചു. ഇങ്ങനെ നിങ്ങളുടെ വണ്ടി ഇന്നലെ കുറ്റിക്കാട് ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടായോ, അങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, അയ്യോ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ എൻ്റെ വണ്ടി ലോക്ക് ചെയ്ത് എൻ്റെ കയ്യിൽ താക്കോല്, ഞാൻ കിടന്ന സ്പോട്ടിൽ തന്നെയാണ് വണ്ടി കിടന്നിരുന്നത്. എന്താണെന്നുള്ളത് എനിക്കും അറിയണം. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ 10:00-ക്ക് ചെല്ലുമ്പോൾ ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ. എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മകൻ്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് പണികൾ നടക്കുന്നുണ്ട്. ഞാൻ പുറത്ത് കിടക്കുന്ന ഒരു റൂം, ഒരു ചെറിയൊരു റൂമും ഒരു കിച്ചണോട് കൂടിയിട്ട് ഞങ്ങൾ 2 പേരും കൂടി അവിടെ കിടന്നു. ആകെ 2 പേർക്ക് കിടക്കാനുള്ള സ്ഥലമില്ല, കിട്ടുന്നു. അപ്പം ഞാൻ താഴെ കിടന്നു, വൈഫും മോളിൽ കിടന്നു. ഇങ്ങനെ ഞങ്ങൾ 4:45 എണീറ്റപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള എനിക്കും വന്നിട്ടില്ല. കാരണം ഞാൻ ലോക്ക് തുറന്നു, വൈഫ് ഫ്രണ്ടിൽ ലെഫ്റ്റിൽ കയറി, ഞാൻ കയറിയിരുന്നു. ചേച്ചി കയറിയപ്പോഴും ചേച്ചി ബാക്ക് ഡോർ തുറന്ന് കയറി. പക്ഷെ ഇറങ്ങി ബാക്കിൽ കൂടെ ചേച്ചി കിടന്നപ്പോഴാണ് ചേച്ചിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. ഈ
ഈ കാർ ചേട്ടൻ വാങ്ങിച്ചിട്ട് എത്ര ആളായിരുന്നു? 15 വർഷം കഴിഞ്ഞു. 16ാമത്തെ വർഷമാണ് പുതിയ കാർ മേടിച്ചാണ്. ചേട്ടന്റെ കാറിനെ പറ്റി നമുക്ക് കുറിച്ചറിയാൻ വേണ്ടി പരാതി ഞാൻ ഇത് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ആരാണ് പരാതിക്കാരൻ എന്താണെന്ന് അറിഞ്ഞപ്പോൾ ഈ 3 ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേർ വന്നിരുന്നു. അവരാണ് ഈ വിഷയങ്ങൾ എന്നോട് പറഞ്ഞത്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ വണ്ടി തന്നെയാണെന്ന് അവരെന്നോട് പറയുന്നത്. എൻ്റെ വണ്ടിയിൽ ഗ്ലാസും പൊട്ടിയിട്ടുണ്ട്. ബാക്കിൽ എൻ്റെ വീട്ടിൽ കിടക്കുമ്പോൾ ഗ്ലാസ് പൊട്ടിയതാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഈ വണ്ടി തന്നെയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വണ്ടിയാണെന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ ഒന്നുകിൽ എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി പോകണ്ടേ, എൻ്റെ കയ്യിലാണ് എൻ്റെ താക്കോൽ. അത് ഏത് തരത്തിലാണ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാനായിട്ട് വളരെയധികം താല്പര്യം. മാത്രമല്ല എനിക്കെൻ്റെ സത്യാവസ്ഥ എനിക്ക് തെളിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി ഞാൻ എസ്ഐയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. എനിക്ക് തന്നെ അറിയണം. എൻ്റെ വീട്ടിൽ ഞാനും ഇന്ന് വരെ എനിക്ക് അങ്ങനെ ഒരു മോഷണ ശ്രമം ഒന്നും നടന്നതായിട്ടുള്ള അറിഞ്ഞില്ല. കാരണം എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്നുണ്ട്, വേറെ വണ്ടിയുണ്ട്. ഇപ്പോൾ ഈ പണി നടക്കുന്നത് കൊണ്ട് ഈ വണ്ടി ഷെഡിലേക്ക് കയറ്റിടാൻ പറ്റുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ഒത്തിരി മുറ്റത്താണ് കിടക്കുന്നത്. എന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവേണ്ട സ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടില്ല.